നമസ്കാരം കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നെടുങ്കണ്ടത്തിന് അടുത്തുള്ള പാമ്പാടുംപാറ എന്ന് പറയുന്ന ഗ്രാമം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നെടുങ്കണ്ടം പുളിമല റൂട്ടിൽ അഥവാ നമ്മുടെ മൂന്നാർ കുമളി തേക്കടി റൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇതിലൂടെ കുറച്ച് കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ബൈ റോഡ് എന്നെ കയറ്റിവിട്ടതാണ്. പക്ഷേ കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് അത് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്താണെങ്കിലും ഈ വഴിക്കുള്ള ഒരു യാത്ര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പാമ്പാടുംപാറയുടെ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഇതിലൂടെ വന്ന് ആ ഒരു വീഡിയോകൾ എടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. കൂട്ടുകാരെ, ഞാനങ്ങനെ കയറി വന്ന വഴി അല്പം മോശമായിരുന്നെങ്കിലും വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ തനി ഗ്രാമീണ വഴി കൂടെ ഒരു യാത്രയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നെടുങ്കണ്ടക്കാരനാണ് പുള്ളി ചതിച്ചിട്ട് ഈ വഴി വിട്ടതാണ്. പത്തിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാൽ നെടുങ്കണ്ടത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്രമണം മൂത്ത് ഇതുവഴി തിരഞ്ഞെടുത്തതാണ് സത്യം കേട്ടോ. എന്താണെങ്കിലും നമ്മളിപ്പോൾ മുണ്ടേരിമെന്ന് നിന്ന് പാമ്പാടുംപാറ വരുന്ന വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മുണ്ടേരിമയ്ക്ക് പോകുന്ന വഴിക്ക് നിന്ന് പത്തിനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് യാത്ര ചെയ്ത് മുണ്ടേരിമ പാമ്പാടുംപാറ റൂട്ടിലെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്ന പുളിയമലയിൽ നിന്ന് നെടുങ്കണ്ടം വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പാടുംപാറയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ പോകുന്ന വഴിക്ക് രണ്ട് പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ തിരിഞ്ഞു പോകുന്ന വഴി നമുക്ക് മുണ്ടിയെരുമ, നമ്മുടെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തില്ലേ, മുണ്ടിയെരുമയിലേക്ക് പോകും കേട്ടോ. ഇവിടെ ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മുണ്ടിയെരുമയിലേക്ക്. അതുപോലെ തന്നെ നെടുങ്കണ്ടത്തിന് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. 19-ാം നൂറ്റാണ്ടിൽ തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഏലം കൃഷി ആരംഭിക്കുകയും അങ്ങനെ പിന്നീട് ഏലം ഗവേഷണ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്ന പാമ്പാടുംപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ചുമ്മാ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എന്നെ രസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പാമ്പാടുംപാറ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ നൃത്തം ചെയ്യുന്ന പാറ എന്നാണ് അർത്ഥമെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. തിരുവിതാംകൂർ രാജ്യഭരണത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പാമ്പാടുംപാറ ജില്ല ശരിക്കും പശ്ചിമഘട്ട മലനിരകളിൽ ഏലം കൃഷി ആരംഭിക്കുകയും പിന്നീട് ഏലം ഗവേഷണ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടീരിമ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേട്ടാ പേരെന്നാ? എൻ്റെ പേര് ദിലീപ്. പാമ്പാടുംപാറക്കാരനാണോ? പാമ്പാടുംപാറ എന്ന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറം തൂക്കുപാലം എന്ന് പറയുന്നത്. തൂക്കുപാലം അല്ലേ? ഇന്ന് എവിടെയാണോ ഓർക്കുക? ഇന്ന് ഇവിടുന്ന് ചേറ്റൂഴിക്ക് പോകുന്ന വഴി കമ്പം. കേരളത്തിന് തന്നെ ഒരു സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രത്യേകിച്ച് ഏലം ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളില്ലേ, അതിൽ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ് ഈ പാമ്പാടുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് നെടുങ്കണ്ടം റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കട കാണാൻ പറ്റും. അതിനോട് ചേർന്ന് പോയാൽ ഇങ്ങനെ ഒരു പള്ളി കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു പള്ളി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പള്ളിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മെയിൻ ജംഗ്ഷനിലേക്ക് പോകാം. നമ്മളങ്ങനെ മുണ്ടിയെരുമ ജംഗ്ഷൻ്റെ അവിടുന്ന് പാമ്പാടുംപാറ പഞ്ചായത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ കടന്നു പോകുന്ന വഴിക്ക് ഈ റോഡിൻ്റെ 2 സൈഡും ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സംഭവം വലിയൊരു ഗ്രാമമാണ്, പക്ഷേ എല്ലാം അകന്നകന്നാണ് കടകളുള്ളത്. പാമ്പാടുംപാറ ഗ്രാമത്തിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് പാമ്പാടുംപാറ പഞ്ചായത്ത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിത് ആദ്യം നിന്ന മുണ്ടിയെരുമ ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ മാറുമ്പോഴാണ് ഈ ഗ്രാമത്തിലെ ആ പഞ്ചായത്തിൻ്റെ ജംഗ്ഷനൊക്കെ ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയ വെയിറ്റ് ഷെഡും അതുപോലെ തന്നെ ഈ മേഖലയിൽ ഒരു ചെറിയ കടകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും നമ്മുടെ ഈ മൂന്നാർ തേക്കടി റൂട്ടിൽ നെടുങ്കണ്ടം കഴിഞ്ഞാൽ അത്യാവശ്യം ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഹോട്ടലുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് പാമ്പാടുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ചെറിയൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അതുപോലെ കുറച്ച് കടകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. എന്താണെങ്കിലും പാമ്പാടുംപാറ പഞ്ചായത്തിൻ്റെ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1952 കാലഘട്ടം മുതൽ തുടങ്ങുന്ന ഒരു ചരിത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയേറെ പഴക്കമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പാമ്പാടുംപാറ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സ്ഥലം. അവിടെ NSSൻ്റെ ഒരു കരയോഗ ശാഖ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് പാമ്പാടുംപാറയിൽ നമുക്ക് ഈ പഞ്ചായത്ത് ജംഗ്ഷനിൽ വന്ന് കാണാൻ പറ്റും.
നമ്മൾ ആദ്യം കണ്ട പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് മാറുമ്പോൾ നമുക്ക് ഏലം ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. 1956 കാലഘട്ടത്തിൽ കേരള കൃഷി വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഈ ഏലം ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നത്. എന്നാൽ 1972 കാലഘട്ടത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലേക്ക് ഈ ഏലം ഗവേഷണ കേന്ദ്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പശ്ചിമഘട്ട മലനിരകളിലുള്ള ഏലം ഗവേഷണത്തിന് വേണ്ടി ആ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ പാമ്പാടുംപാറ എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാമ്പാടുംപാറ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് തന്നെ ഈ പാമ്പാടുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു നാടാണെന്നുള്ള കാര്യം നമുക്ക് പഴയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും മഴ പെയ്യാനുള്ള ഒരു ചെറിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോവുകയാണ്. അവിടെ ഒരു പാമ്പാടുംപാറ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈ പാമ്പാടുംപാറയിൽ നിന്ന് തേക്കടിക്ക് 40 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പുളിയമലയ്ക്ക് ഏതാണ്ട് 9 കിലോമീറ്ററോ അടുത്തെങ്ങാണ്ടോ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ, കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങേറ്റത്ത് നിങ്ങൾ കുറേ ബിൽഡിങ് കണ്ടില്ലേ, അതാണ് പാമ്പാടുംപാറ എസ്റ്റേറ്റ് കേട്ടോ. ശരിക്കും മഴക്കാലത്തൊക്കെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെ ഒരു ടെമ്പിളിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയല്ലേ. മലയാളീസ് മാത്രമല്ല, തമിഴ് മേഖലയുടെ കൂടിയുള്ള ഒരു സ്ഥലമാണ് പാമ്പാടുംപാറ എന്ന് പറയുന്നത്. നമുക്കിവിടെയൊക്കെ ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ ഒരു ഇതുണ്ട്, ഈ ഒരു മേഖലയിലെ ബിൽഡിംഗ് ഉണ്ടോ, എന്ത് രസമല്ലേ. നമ്മൾ വലിയ തോവാള ചെയ്ത് ഓർക്കുന്നുണ്ടോ? വലിയ തോവാള തുരങ്കമൊക്കെ കണ്ടിട്ട് നമ്മൾ കയറി വന്ന ഒരു വഴിയില്ലേ, അത് ദേ ഇവിടെയാണ്. സ്പിൻ ആൻഡ് സ്നാക്ക് എന്ന് പറഞ്ഞ കട കണ്ടോ, ആ കടയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ പുളിയമലയിൽ നിന്ന് നെടുങ്കണ്ട റൂട്ടിൽ പാമ്പാടുംപാറ ഗ്രാമത്തിൻ്റെ ആദ്യത്തെ കാഴ്ച ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഒരു ശിവപാർവതി ക്ഷേത്രമാണ്. ഇത് ഒരുപാട് പഴക്കമുള്ളതാണെന്നാണ് എനിക്കിവിടെ നിലവിൽ ഇതിൻ്റെ ഒരു ചരിത്രം മനസ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ കുറച്ച് കടകൾ, അതുപോലെ ഹോട്ടലുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന മരമില്ലേ, ഈ മരത്തിൻ്റെ ചോട്ടിക്കട താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തോവാളയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ വഴി ഒരു കുറച്ച് ദൂരം ഒന്ന് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിലെ ഏക സ്കൂളിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് 4ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. അതായത് LP സ്കൂളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ പാമ്പാടുംപാറയിൽ പുളിയമല റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പുളിയമലയ്ക്ക് 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നല്ല കൊടും തണുപ്പും അതുപോലെ തന്നെ നല്ല ചാറ്റൽ മഴയും പിന്നെ നല്ല കോടമഞ്ഞും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും തേക്കടി കുമളി റൂട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ വേറൊരു ഫീല് കിട്ടുന്ന ഒരു യാത്ര തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ. അപ്പം പാമ്പാടുംപാറ എന്ന കട്ടപ്പനയ്ക്ക് 15 കിലോമീറ്ററും കുമളിക്ക് 34 കിലോമീറ്ററും തേക്കടിക്ക് 40 കിലോമീറ്ററുമാണ് ഉള്ളത് കേട്ടോ. ഇത് എസ്റ്റേറ്റിലേക്ക് കയറി പോകുന്ന വഴി ഇതാണ്. ഈ കാണുന്നതാണ് പാമ്പാടുംപാറ എസ്റ്റേറ്റിലേക്ക് കയറി പോകുന്ന വഴി. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. കൂട്ടുകാരെ, നമ്മൾ പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നു. ഇതെല്ലാം എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഈ ഒരു വൈബ് കണ്ടോ, 2 സൈഡും കുത്തനെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന മരം, അതിൻ്റെ ഒത്ത നടുക്ക് നല്ല റോഡ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാമേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. എന്താണെങ്കിലും നമ്മൾ ഇനി ഇവിടുന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ പോയാൽ നമുക്ക് പുളിയമലയ്ക്കാണ് പോകുന്ന വഴിക്ക്. ശരിക്കും ഏലക്കാടുകളിലും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ കുറേ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്കുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, മനോഹരമായിരിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. നമ്മുടെ ഈ കൊച്ചു ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.